ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിലെ ഹൈക്കോടതി ഉത്തരവിൽ മന്ത്രി സജി ചെറിയാനെ പിന്തുണച്ച് CPIM. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിയമപരമായി നേരിടാൻ തീരുമാനം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യമില്ല. അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളെയും റിമാൻഡ് ചെയ്തു. കൂടുതൽ സഹപാഠികൾക്ക് പങ്കെന്ന് കുടുംബം. 9 അംഗ സംഘം അമ്മുവിനെ നിരന്തരം ചൂഷണം ചെയ്തെന്നും ആരോപണം. വയനാട്ടിലെ LDF UDF ഹർത്താലിനെതിരെ ഹൈക്കോടതി. അധികാരത്തിലിരിക്കുന്ന LDF എന്തിന് ഹർത്താൽ നടത്തിയെന്ന് ചോദ്യം. മുൻകൂട്ടി അറിയിപ്പില്ലാത്ത ഹർത്താൽ അംഗീകരിക്കാനാവില്ലെന്നും കോടതി. വയനാടിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 153 കോടി നൽകിയെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിസംബർ 5-ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഇടതുമുന്നണി. തൃശൂർ അതിരപ്പിള്ളിയിൽ വനം വകുപ്പ് സംഘത്തെ കാട്ടാന ആക്രമിച്ചു. ജീപ്പ് കുത്തിമറിച്ചിട്ടു. ആക്രമണത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. കാട്ടാന ആക്രമിച്ചത് ഉൾക്കാട് പരിശോധനയ്ക്ക് പോയി വരികയായിരുന്ന സംഘത്തെ. മുകേഷ് MLA അടക്കമുള്ളവർക്കെതിരായ പീഡന പരാതികൾ പിൻവലിക്കുമെന്ന് ആലുവയിലെ നടി. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘത്തിന് കത്ത് നൽകും. സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്ന ആരോപണം. തനിക്കെതിരായ പോക്സോ കേസിലെ ഗൂഢാലോചന കണ്ടെത്താൻ സർക്കാർ ശ്രമിച്ചില്ലെന്നും നടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കാക്കനാട് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായത് ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാർ. കൈക്കൂലി വാങ്ങിയത് BPCL കമ്പനിയിൽ ലേബർ തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് 20,000 രൂപ പിടികൂടി. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നാളെ വോട്ടെണ്ണൽ. ഫലപ്രഖ്യാപനത്തിന്റെ സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസ്. ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ടെസ്റ്റിൽ തകർന്നടിഞ്ഞ് ഇന്ത്യൻ ബാറ്റിംഗ് നിര. ആദ്യ ദിനം 150 റൺസിന് എല്ലാവരും പുറത്ത്. ജോഷ് ഹെയ്സൽവുഡിന് 4 വിക്കറ്റ്.